Hello everyone, BioOcean's ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മൾ ഇന്ന് ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തൊട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ടാണ്. ഓക്കെ, ആൻഡ് ബേസിക്കലി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പോളിനേഷൻ എന്താണ്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ ഓവർവ്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. First of all, pollination is the process by which pollen grains are transferred from anthers to stigma is referred as pollination. Pollination എന്ന് പറഞ്ഞാൽ എന്താണ്? Pollen grains എന്ന് പറയുന്നത് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആന്തർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്റ്റെയ്മെന്റ് ഒരു പാർട്ടാണ് ആന്തർ എന്ന് പറയുന്നത്. ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. സോ ഈ ആന്തർ എന്ന് പറയുന്നത് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആൻഡ് സ്റ്റിഗ്മ ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ് ഈ ഒരു സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈൽ വഴിയാണ് അത് നമ്മളുടെ ഓവറി അകത്തേക്ക് എത്തുന്നത്. ഓവറിക്കകത്ത് ഓവ്യൂള് കാണാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് നീഡ്സ് ടു ഹാപ്പൻ ഈസ് ഈ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് എത്തണം. സ്റ്റിഗ്മ വഴിയാണ് അത് ഓവറിക്കകത്തേക്ക് എത്തുന്നത്. സോ ഈ ഒരു ട്രാൻസ്ഫറിനെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസിനെ എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആൻഡ് പോളിനേഷൻ ഈസ് ആക്ച്വലി ഓഫ് ടു ടൈപ്സ്. First one is autogamy or self-pollination and the second one is allogamy or cross-pollination. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് സെൽഫ് ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമൺ ടേംസ് ആണ്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോളിനേഷന്റെ രണ്ട് ടൈപ്സിൽ പെടുന്നവരാണ് ഈ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് pollination is actually called as autogamy and cross pollination is usually called as allogamy. ഓക്കെ, ഇനി ഓട്ടോഗമിയും അല്ലോഗമിയും എന്താന്നുള്ളതും അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The first one is autogamy. Autogamy is actually the transfer of pollen grains from anther to stigma of same flower is known as autogamy or self pollination. നമുക്ക് അറിയാവുന്ന ഈ പോളിനേഷന്റെ ഡെഫിനിഷൻ എന്നുള്ളത് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. അതിൽ കൂടി ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമാണ് മാറ്റം വരുന്നത്. എന്താ സംഭവിക്കുന്നത്? പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ആരില്? സെയിം ഫ്ലവറിൽ തന്നെയാണ് നടക്കുന്നത്. ഒരേ പൂവില് രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ദിസ് ആന്തറും ഉണ്ടായിരിക്കും, സ്റ്റിഗ്മയും ഉണ്ടായിരിക്കും സെയിം ഫ്ലവറിൽ. അപ്പൊ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തായിരിക്കുന്ന സമയത്ത് ഈ ആന്തറിൽ നിന്നിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു ആൻഡ് പോളിനേഷൻ നടക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻബ്രീഡിംഗ് നടക്കുന്നതിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ആണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ഹോമോസൈഗസ് ആയിട്ടുള്ള രീതിയിൽ ഫ്ലവേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, പ്ലാന്റ്സ് ആൻഡ് സീഡ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഓട്ടോഗമി ലീഡ്സ് ടു ഹോമോസൈഗോസിറ്റി. ഒരേപോലെ ഇരിക്കുന്നതായിരിക്കും ഓട്ടോഗമി വഴി ഉണ്ടാകുന്നതല്ല. ഓക്കെ, ആൻഡ് മെക്കാനിസം പ്രൊമോട്ടിംഗ് സെൽഫ് പോളിനേഷൻ. എന്തൊക്കെ മെക്കാനിസംസ് ആണ് സെൽഫ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബൈസെക്ഷുവാലിറ്റി. ബൈസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഇൻ ദ സെയിം ഫ്ലവർ. ഓക്കെ, ഒരേ പൂവില് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസിന്റെ പ്രസൻസിനെയാണ് നമ്മൾ ബൈസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. The presence of a bisexual flower is a must for self-pollination. All the self-pollinated plants have hermaphrodite flowers. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടായാൽ മാത്രമേ സെൽഫ് പോളിനേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. കാരണം സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറയുന്നത് ആ സെയിം പൂവിനകത്തുള്ള ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് എത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സും ആ ഒരേ പൂവിൽ കാണപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന എല്ലാ ചെടികളിലെയും പുഷ്പങ്ങൾ ഫ്ലവേഴ്സ് ഹെർമാഫ്രോഡൈറ്റ് ആയിരിക്കും. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചിട്ടില്ലേ ബയോളജിയില്? അപ്പോൾ ഹെർമാഫ്രോഡൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത മെക്കാനിസം എന്ന് പറയുന്നത് ഹോമോഗമിയാണ്. ഹോമോഗമി ഈസ് ദ മെച്ചുറേഷൻ ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ അറ്റ് ദ സെയിം ടൈം
And as a rule, homogamy is essential for self-pollination. എന്താ സംഭവിക്കുന്നത്? homogamy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിന്റെ ആന്തറും സ്റ്റിഗ്മയും ഒരേ സമയം മെച്ചുറേഷനിലേക്ക് എത്തുന്ന പ്രോസസ് ആണ്. ഇതും സെൽഫ് പോളിനേഷന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്നുള്ളതാണ് പറയുന്നത്. Third one, cleistogamy. Cleistogamy എന്ന് പറഞ്ഞാൽ when pollination and fertilization occur in unopened flower bud, it is known as cleistogamy. It ensures self-pollination and prevents cross-pollination. ഒരു പൂ മൊട്ടായിരിക്കുമ്പോൾ അത് തുറന്നിട്ടില്ല, മുട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, പൂവ് തുറന്നിട്ടില്ല, അൺഓപ്പൺഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ എസ് ക്ലീസ്റ്റോഗമി. ആൻഡ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുറത്ത് ഒരു പൂവിൽ നിന്നിട്ട് പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുവരാനോ ഒന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് ലൈക്ക് എസെൻഷ്യലി നടക്കുന്നത് സെൽഫ് പോളിനേഷൻ ആണ്. ക്രോസ് പോളിനേഷന്റെ സാധ്യതകൾ ഒന്നും തന്നെ ഈ പറഞ്ഞ ക്ലൈസ്റ്റോഗമിക്കകത്ത് ഉണ്ടാകത്തില്ല. Fourth one ആണ് chasmogamy. Opening of flowers only after the completion of pollination is known as chasmogamy. Chasmogamy എന്ന് വെച്ചാൽ എന്താണ്? പോളിനേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ പൂമുട്ട ഓപ്പൺ ചെയ്യുക. ദാറ്റ് മീൻസ് ആ പൂമുട്ട് വിരിയുന്നുണ്ടാവുക. അപ്പോൾ പോളിനേഷൻ നടക്കുന്നത് ആ പൂ മുട്ടായിട്ടിരിക്കുന്ന ബഡായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആയതുകൊണ്ടിട്ട് ക്രോസ് പോളിനേഷൻ നടക്കില്ല. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് സെൽഫ് പോളിനേഷൻ. Fifth one is the position of anther. In some species, stigma are surrounded by anthers in such a way that self-pollination is ensured. One thing that you need to understand is like self-pollination നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്ത് വരേണ്ട ആവശ്യമുണ്ട്. ഒരു മൈൽ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പോളിനേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കത്തില്ല. സോ ചില സ്പീഷീസിൽ ഈ പറഞ്ഞ ആന്തർ എന്ന് പറയുന്നത് സ്റ്റിഗ്മേനെ സറൗണ്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. സോ സ്റ്റിഗ്മയും ആന്തറും വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ 100% സെൽഫ് പോളിനേഷൻ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അനദർ ഫാക്ടർ എഫക്റ്റിംഗ് ഈസ് പൊസിഷൻ ഓഫ് ആന്തേഴ്സ്. അപ്പൊ 5 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. എന്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്? ഓട്ടോഗമി അഥവാ സെൽഫ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന മെക്കാനിസംസ് ആണ്. ഫസ്റ്റ് വൺ വാസ് ബൈസെക്ഷുവാലിറ്റി, സെക്കൻഡ് വൺ വാസ് ഹോമോഗമി, third one was cleistogamy, fourth one was chasmogamy, fifth one was position of anthers. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് allogamy അഥവാ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. Transfer of pollen grains from the anther of one plant to the stigma of another plant is called as allogamy or cross pollination. എന്താ സംഭവിക്കുന്നത്? ഒരു ഫ്ലവർ ഉണ്ട്, ഏതോ ഒരു പ്ലാന്റിന്റെ ഒരു ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറിന്റെ ആന്തറിൽ നിന്നിട്ടുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിലെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോസസ്സിനെയാണ് ക്രോസ് പോളിനേഷൻ അഥവാ allogamy എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിയർ ദിസ് പോളൻ ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ 2 ഡിഫറെന്റ് പ്ലാന്റ്സ്. രണ്ട് പ്ലാന്റ്സിലാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫർ നടക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ കോമൺ ഫോം ഓഫ് ഔട്ട്ബ്രീഡിങ്. ഔട്ട്ബ്രീഡിങ് നടത്താനുള്ള ഏറ്റവും കോമൺ ഫോം ആണ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ നേരത്തെ പറഞ്ഞ മാതിരി സെൽഫ് പോളിനേഷനിൽ നടന്ന മാതിരി ഒരേപോലെ ഇരിക്കുന്നതൊന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ allogamy ലീഡ്സ് ടു ഹെറ്ററോസൈഗോസിറ്റി. ഓക്കെ, ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള രീതിയിലുള്ള ഓഫ്സ്പ്രിങ്സിനെ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു allogamy-നെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന മെക്കാനിസംസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിക്ലൈനി. ഡിക്ലൈനി ഇറ്റ് റെഫേഴ്സ് ടു യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ്. ഡിക്ലൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് ആണ്. രണ്ട് തരത്തിലുള്ള യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ മോണോയിസി ആൻഡ് സെക്കൻഡ് വൺ ഡയോയിസി. When male and female flowers are separate but present in the same plant is known as monoicy. ഒരു പ്ലാന്റ് ഉണ്ട്, അതിനകത്ത് ചില പൂക്കളിൽ ഫീമെയിൽ ആയിട്ടുള്ള പാർട്സ് മാത്രം, ദാറ്റ് ഈസ് ആ പൂക്കൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉള്ളവരായിരിക്കും, ചില പൂക്കൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉള്ളവരായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ചെടിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മോണോയിസി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. When staminate and pistillate flowers are present on different plants, it is called as dioicy. Like ഇപ്പോൾ ഒരു പ്ലാന്റ് അതിനകത്തുള്ള ഫ്ലവേഴ്സ് എല്ലാം സ്റ്റേമൻ ഉള്ള സ്റ്റാമിനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് എടുക്കുകയാണ് അതിനകത്ത് മൊത്തം ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് എല്ലാം പിസ്റ്റിലുള്ളവരാണ്, ദാറ്റ് മീൻസ് പിസ്റ്റിലേറ്റ് ആയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐദർ മെയിൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും എല്ലാവരും,
അപ്പറ പറഞ്ഞ ഫ്ലവർ, ദാറ്റ് മീൻസ് അനദർ ഫ്ലവർ വിൽ ബി പ്രൊഡ്യൂസിങ് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലേ. അപ്പോൾ രണ്ട് ഫ്ലവേഴ്സും ഒരുമിച്ച് ഒരു പ്ലാന്റിൽ വരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ മെയിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമായിരിക്കും. അങ്ങനെയുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഡയോയിസി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ക്രോസ് പോളിനേഷൻ. നെക്സ്റ്റ് വൺ, ഡൈക്കോഗമി. ഡൈക്കോഗമി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡൈക്കോ എന്ന് പറഞ്ഞാൽ അപ്പാർട്ട് എന്നർത്ഥം, ഗ്യാമസ് എന്ന് പറഞ്ഞാൽ മാരേജ് എന്നർത്ഥം. It refers to the maturation of anthers and stigma of the same flower at different times. Okay, ഒരു ഫ്ലവറിൽ തന്നെയുള്ള ആന്തറും സ്റ്റിഗ്മയും മെച്യൂർ ചെയ്യാണ്. പക്ഷെ എപ്പോഴൊക്കെ? ഡിഫറെന്റ് ടൈമിൽ. ആന്തറും സ്റ്റിഗ്മയും പല പല ടൈമിൽ മെച്യൂർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈക്കോഗമി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ക്രോസ് പോളിനേഷൻ ഈവൻ ഇൻ ദ ഹെർമാഫ്രോഡൈറ്റ് സ്പീഷീസ്. ഹെർമാഫ്രോഡൈറ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ പോലും ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഡൈക്കോഗമി എന്ന് പറയുന്നത്. And this dichogamy is actually is of two types. ഒന്നാമത്തെയാണ് പ്രോട്ടോഗൈനി, രണ്ടാമത്തെയാണ് പ്രോട്ടോആൻഡ്രി. When pistil matures before anthers, it is called protogyny. Okay, pistil ആണ് ആന്തറിന് മുന്നായിട്ട് മെച്യൂർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ പ്രോട്ടോ ആൻഡ്രി എന്തായിരിക്കും? ആന്തേഴ്സ് ആയിരിക്കും പിസ്റ്റലിന് മുന്നേ മെച്യൂർ ചെയ്യുന്നത്. When anthers mature before pistil, it is known as protoandry. ഓക്കെ, ഞാൻ അവരുടെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോഗൈനിക് എക്സാമ്പിൾ ആണ് പേൾ മില്ലറ്റ്. പ്രോട്ടോ ആൻഡ്രി നടത്തുന്നതിന് എക്സാമ്പിൾ ആണ് മെയ്സ്, ഷുഗർ ബീറ്റ് പോലെയുള്ള സാധനങ്ങൾ. മൂന്നാമത്തെ മെക്കാനിസം ആണ് ഹെറ്ററോസ്റ്റൈലി. When styles and filaments in a flower are of different length, it is called heterostyle. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആന്തർ എന്താ, സ്റ്റിഗ്മ എന്താ, ഫിലമെന്റ്സ് എന്താ, സ്റ്റൈൽ എന്താ, പോളൻ ഗ്രെയിൻ എന്താന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ ഓഫ് ദ പാർട്സ് ഓഫ് എ ഫ്ലവർ. പാർട്സ് ഓഫ് ദ ഫ്ലവർ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വിൽ ബി ഡൂയിങ് എ വീഡിയോ ഓൺ ദാറ്റ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹെറ്ററോസ്റ്റൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിന്റെ സ്റ്റൈലും അതിന്റെ തന്നെ ഫിലമെന്റും വേരിയഡ് ലെങ്ത് ഉള്ളവരാണ്, ഡിഫറെന്റ് ലെങ്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെറ്ററോസ്റ്റൈലി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് അഗെയിൻ പ്രൊമോട്ട്സ് വാട്ട്? ക്രോസ് പോളിനേഷൻ. നാലാമത്തെയാണ് ഹെർക്കോഗമി എന്ന് പറയുന്നത്. Hindrance to self-pollination due to some physical barriers such as presence of hyaline membrane around the anther is known as ഹെർക്കോഗമി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷനെ തടയണം എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം. ക്രോസ് പോളിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കരുത് അല്ലെ. അപ്പൊ ആ സെൽഫ് പോളിനേഷനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. ലൈക്ക് ആന്തറിന് ചുറ്റും ഒരു ഹൈലിൻ മെംബ്രെയിൻ പോലെയുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബാരിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മെംബ്രെയിൻ കാരണം സെൽഫ് പോളിനേഷൻ നടക്കില്ല, ക്രോസ് പോളിനേഷൻ പ്രൊമോട്ടഡ് ആകും. And such membrane does not allow the dehiscence of pollen and prevents self-pollination. ആന്തർ പൊട്ടി പോളൻ ഗ്രെയിൻസ് പുറത്തു വരാൻ ആ ഒരു മെംബ്രെയിൻ അനുവദിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് സെൽഫ് പോളിനേഷൻ നടക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. Fifth one is self-incompatibility. The inability of fertile pollens to fertilize the same flower is referred to as self-incompatibility. ഒരു ഫ്ലവർ അതിന്റെ പോളൻസിനെ ആ ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിൽ ചെന്ന് ഫെർട്ടിലൈസേഷൻ നടത്താനുള്ള ഒരു എബിലിറ്റി ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്, അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആ പോളൻസ് സ്റ്റെറൈൽ ആയതുകൊണ്ടാണ് അവർക്ക് ആ സ്റ്റിഗ്മയിൽ പോയിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുന്നത്. അങ്ങനെയല്ല, അവർ സ്റ്റെറൈൽ അല്ല, പോളൻ ഗ്രെയിൻസ് ഫെർട്ടൈൽ തന്നെയാണ്. പക്ഷെ ഒരിക്കലും അവർക്ക് അവരുടെ സെയിം പ്ലാന്റിൽ സെയിം ഫ്ലവറിലുള്ള ആ ഒരു സ്റ്റിഗ്മയിൽ ചെന്ന് ഓവറിലേക്ക് എത്തി ഫെർട്ടിലൈസേഷൻ നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. ഫെർട്ടൈൽ ആയിരിക്കെ തന്നെ അങ്ങനെ ഒരു കേപ്പബിലിറ്റി അവർക്കില്ല. That is called as self-incompatibility. And it prevents self-pollination and promotes cross-pollination. And it is of two types, sporophytic and gametophytic. Self-incompatibility എന്ന് പറയുന്നത് sporophytic ഉണ്ട്, അതുപോലെ തന്നെ gametophytic ഉണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ അലോഗമീനെ പ്രൊമോട്ട് ചെയ്യുന്ന 5 മെക്കാനിസംസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് വൺ വാസ് ഡിക്ലൈനി, സെക്കൻഡ് വൺ വാസ് ഡൈക്കോഗമി, തേർഡ് വൺ വാസ് ഹെറ്ററോസ്റ്റൈലി, ഫോർത്ത് വൺ വാസ് ഹെർക്കോഗമി, ഫിഫ്ത്ത് വൺ വാസ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. ഇനി നമ്മൾ പഠിക്കുന്നത് സിക്സ്ത് വൺ മെയിൽ സ്റ്റെറിലിറ്റി. സിക്സ്ത് ഇല്ലെന്ന് ഞാൻ വിചാരിച്ചത്. സിക്സ്ത് വൺ മെയിൽ സ്റ്റെറിലിറ്റിയും കൂടെ ഉണ്ട്. ഇൻ സം സ്പീഷീസ് ദ പോളൻ ഗ്രെയിൻസ് ആർ നോൺ ഫങ്ഷണൽ. Such condition is known as male sterility. Male gametophyte ആണല്ലോ ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അവർ നോൺ ഫങ്ഷണൽ ആയിരിക്കും, ദാറ്റ് ഈസ് അവർ സ്റ്റെറൈൽ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് മെയിൽ സ്റ്റെറിലിറ്റി. അപ്പൊ അവർക്ക് ഫെർട്ടിലൈസേഷൻ നടത്താനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇറ്റ് പ്രിവെന്റ്സ് സെൽഫ് പോളിനേഷൻ ആൻഡ് പ്രൊമോട്ട്സ് ക്രോസ് പോളിനേഷൻ. ആൻഡ് ഈ ഒരു മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്.
genetic, cytoplasmic and cytoplasmic genetic. ഇതെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അങ്ങനെ 6 മെക്കാനിസംസ് ആണ് നമ്മൾ ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് പഠിച്ചത്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പോളിനേഷൻ. എന്തിനാണ് പോളിനേഷൻ എന്ന് പറയുന്നത്? പ്ലാന്റ് ബ്രീഡിംഗിൽ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് പ്രധാനമായിട്ടും 5 ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റുകളിലാണ് ഈ പോളിനേഷൻ ഇമ്പാക്ട് ഉള്ളത്. First one is gene action, second one genetic constitution, third one adaptability, fourth one genetic purity, and fifth one transfer of genes. എന്താണ് ഈ അഡാപ്റ്റബിലിറ്റി, ജനറ്റിക് പ്യൂരിറ്റി, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജീൻ ആക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാം. നമുക്ക് അതിനെ ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ആൻഡ് ഹിയർ നമ്മൾ ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ജനറ്റിക് കോൺസിക്വൻസസ് ഓഫ് സെൽഫ് ആൻഡ് ക്രോസ് പോളിനേഷൻ. ഓക്കെ, എന്തൊക്കെയാണ് ഈ സെൽഫ് ആൻഡ് ക്രോസ് പോളിനേഷന്റെ ജനറ്റിക് ലെവലിലുള്ള കോൺസിക്വൻസസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. First of all, we will deal with this self-pollination. Okay, self-pollination leads to a very rapid increase in homozygosity. Therefore, population of self-pollinated species are highly homozygous. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഹോമോസൈഗോസിറ്റി അല്ലെങ്കിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആയിരിക്കും സെൽഫ് പോളിനേഷൻ വഴി കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ സെൽഫ് പോളിനേഷൻ കാരണമുണ്ട്. Self-pollinated species do not show inbreeding depression but may exhibit considerable heterosis. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒന്നും കാണിക്കാനുള്ള ഒരു സാധ്യത ഈ സെൽഫ് പോളിനേറ്റഡ് സ്പീഷീസിലില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഹെറ്ററോസിസ് കാണിക്കാനുള്ള ഒരു കണ്ടീഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. The aim of breeding methods generally is to develop homozygous varieties. The inbreeding mechanisms are generally under precise genetic control but can be influenced by both genetic background as well as the environment. ബ്രീഡിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോസസ്സുകളാണ്. ആൻഡ് ഈ പറഞ്ഞ ഇൻബ്രീഡിംഗ് മെക്കാനിസംസ് എന്ന് പറയുന്നത് ജനറ്റിക് കൺട്രോൾ വളരെ പ്രിസൈസ് ആയിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും നടത്തിയിട്ടാണ് ഇൻബ്രീഡിംഗ് മെക്കാനിസംസ് എല്ലാം കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനെ ഇഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഒരു സാഹചര്യം എന്താണ്, ആ ഒരു എൻവയോൺമെന്റ് എന്താണ്, ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ അതിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. These are the genetic consequences of self-pollination. And the next one is the genetic consequences of cross-pollination. Cross-pollination preserves and promotes heterozygosity in a population. Cross-pollinated species are highly heterozygous and show mild to severe inbreeding depression and considerable amount of heterosis. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹെട്രോസൈഗോസിറ്റി അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ക്രോസ് പോളിനേഷൻ വഴി സാധിക്കുക. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ വളരെ കുറച്ച് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ മാത്രമേ ഈ ഒരു ക്രോസ് പോളിനേഷൻ കാണിക്കുകയുള്ളൂ. ഹെട്രോസിസും അതുപോലെ ഒരു കൺസിഡറബിൾ എമൗണ്ടിൽ കാണിക്കുന്നുണ്ടായിരിക്കും. The breeding methods in such species aim at improving the crop species without reducing heterozygosity to an appreciable degree. ഹെട്രോസൈഗോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീനെ കുറയ്ക്കാതെ തന്നെ ക്രോപ്പ് സ്പീഷീസിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബ്രീഡിംഗ് മെത്തേഡ് കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. Usually, hybrid varieties are in the aim of the breeder wherever the seed production of such varieties is economically feasible. Okay, economically feasible ആകുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും ഈ ഒരു വെറൈറ്റീസിന്റെ സീഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. That is the consequences of self and cross pollination. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എഴുതാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഐ മീൻ ഒരു 10 മാർക്ക് എസ്സേക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ആൻഡ് നമ്മൾ ഇന്ന് പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, 2 ടൈപ്സ് ഓഫ് പോളിനേഷൻ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മെക്കാനിസംസ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും ആൻഡ് മോർ ഓവർ ജനറ്റിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ സജഷനുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ്സിലൂടെയോ അഥവാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐഡീസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് വീഡിയോ ഇത്രയും നേരം കണ്ടതിനും ഒപ്പം പഠിച്ചതിനും ഒരുപാട് നന്ദി. We will be seeing on next another
interesting topic. Until then, stay tuned and God bless you. Thank you.